സുദർശനും സരോജവും കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി തിരികെ വരികയാണ്. ഓട്ടോ കാശ് കൊടുത്ത ശേഷം ഓട്ടോയിൽ നിന്നും പതിയെ ഇറങ്ങുന്ന സരോജത്തോട് സുദർശൻ ദേഷ്യപ്പെടുകയാണ്. ഒന്ന് പെട്ടെന്ന് ഇറങ്ങും സരോജം, അദ്ദേഹത്തിന് വേറെ ഓട്ടം പോകാനുള്ളതാണ്. അയ്യടാ, ഞാൻ ഈ ഓട്ടോയിൽ താമസിക്കാനൊന്നും പോകുന്നില്ല, സാധനങ്ങളൊക്കെ എടുക്കട്ടെ. പെട്ടെന്നാകട്ടെ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കേട്ട് ഓട്ടോക്കാരൻ പറയാണ്, വിട്ടുകള ചേട്ടാ, പെണ്ണുങ്ങളല്ലേ, എല്ലാം ഒരു സാമട്ടിലേ നടക്കുകയുള്ളൂ. സരോജം പറയുകയാണ്, സാ അല്ലടോ, ഒരു ഗമ പ സാ. വല്ലതും പറയാനുണ്ടെങ്കിലേ അത് തന്റെ പെണ്ണുമ്പിള്ളയോട് പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് സരോജം. എന്റെ പൊന്നു പെങ്ങളെ മാപ്പ്, ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് ഓട്ടോയും എടുത്ത് ഓട്ടോ ഡ്രൈവർ പോവുകയാണ്. സുദർശൻ ചോദിക്കുകയാണ്, എന്താടി സരോജം ഇതൊക്കെ, എന്തൊക്കെയാ നീ കാണിക്കുന്നത്? ദേഷ്യം കാണിച്ചതാണ് നിങ്ങളെ വരട്ടാൻ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ നിന്ന് പോയ സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. എന്നോട് നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ ദേഷ്യം? കടയിൽ ചെന്നിട്ട് പോലും ഒരു സ്വസ്ഥതയും തന്നില്ലല്ലോ. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണം, അല്ലാതെ ഇതൊരു മാതിരി എന്ന് പറയുമ്പോൾ സുദർശൻ പെട്ടെന്ന് ഒച്ച എടുക്കുകയാണ്. ചീ, നിർത്തടി, കുറെ നേരമായല്ലോ നീ പ്രസംഗം തുടങ്ങിയിട്ട്. ആഹാ, ഇപ്പോ ഞാനായോ കുറ്റക്കാരി? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം, എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ഞാനത് ചോദിച്ചതാണ് കുറ്റം. സരോജം, എനിക്കിപ്പോൾ നിന്നോട് തീരെ സംസാരിക്കാൻ താല്പര്യമില്ല. നീ ഒരല്പം സമാധാനം തരുമോ? ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഞാൻ. അതെന്തിന്? നിങ്ങൾക്ക് ഭ്രാന്തെടുക്കാൻ വേണ്ടി ഇവിടെ ഇപ്പോ എന്താണ് സംഭവിച്ചത്? തുറന്നു പറഞ്ഞാലല്ലേ അത് മനസ്സിലാകൂ. ഓ മതി, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നീ ഒന്നും കേട്ടിട്ടുമില്ല. ഒന്ന് നടക്കുമോ മനുഷ്യനെ വെറുതെ വട്ടാക്കാനായിട്ട്? അത്രയും പറഞ്ഞ സാധനങ്ങൾ എടുത്ത് അകത്തേക്ക് പോവുകയാണ് സുദർശൻ. പോകുന്ന വഴിയിൽ സുദർശൻ പറയുകയാണ്, എന്താടി സരോജം, വീടെത്തി, നിന്റെ ആ ബലം പിടുത്തം ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുക. എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കുന്നത്? ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. കുഴപ്പമൊന്നും ചെയ്തില്ല. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധൃതി വെക്കരുതെന്ന് നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ്. സാധനം വാങ്ങുമ്പോൾ അത് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? അതിനുള്ള സമയം നിങ്ങൾ തരില്ല, എല്ലാത്തിനും നിങ്ങൾക്ക് ധൃതിയാണ് ധൃതി. 10 മിനിറ്റിനുള്ളിൽ ചെയ്യേണ്ട കാര്യത്തിന് അരമണിക്കൂർ എടുത്താൽ പിന്നെ എന്ത് ചെയ്യും? പെണ്ണുങ്ങളെ കൊണ്ട് കടയിൽ പോകുന്നതാണ് ഏറ്റവും വലിയ പെടാപ്പാട്. അതിന്റെ പാട് ആണുങ്ങൾക്ക് മാത്രം അറിയാം. എന്താന്ന് ചോദിക്കുമ്പോൾ സുദർശൻ പറയുകയാണ്, ഒന്നുമില്ല. വീടിന്റെ വാതിൽക്കൽ എത്തിയപ്പോൾ സുദർശൻ ചോദിക്കുകയാണ്, ഇത്രയും സമയമായിട്ട് എന്താ വീട്ടിൽ അവൾ ലൈറ്റ് ഇടാത്തത്? കതകൊക്കെ തുറന്ന് മലർത്തിയിട്ടിരിക്കുകയാണല്ലോ. ശ്രീലക്ഷ്മി എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ് രണ്ടുപേരും. അകത്ത് കയറി ലൈറ്റ് ഇട്ട ശേഷം സുദർശൻ പറയുകയാണ്, നീ ആ കതക് അങ്ങ് അടച്ചേക്ക്. പെട്ടെന്ന് സരോജം കാണുന്നത് റൂമിൽ ബോധമില്ലാതെ കിടക്കുന്ന ശ്രീലക്ഷ്മിയാണ്. സരോജം വിളിക്കുകയാണ്, അയ്യോ എന്റെ കരിക്കോത്തിയമ്മേ. ശ്രീയുടെ അച്ഛ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് രണ്ടുപേരും ശ്രീ കിടക്കുന്ന അടുത്തേക്ക് ഓടുകയാണ്. തറയിൽ ബോധമില്ലാതെ കിടക്കുകയാണ് ശ്രീലക്ഷ്മി. അന്നേരം രണ്ടുപേരും തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും ശ്രീലക്ഷ്മി ഉണരുന്നില്ല. സുദർശൻ പറയുകയാണ്, നീ പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നേ. വെള്ളം തെളിക്കുമ്പോൾ പെട്ടെന്ന് ശ്രീലക്ഷ്മിക്ക് ബോധം വരികയാണ്. മോൾക്ക് എന്ത് പറ്റി? മോളെ എണീക്കെന്നൊക്കെ സുദർശൻ പറയുന്നുണ്ട്. എണീറ്റ ശേഷം ശ്രീലക്ഷ്മി ചോദിക്കുകയാണ്, അച്ഛ എന്ത് പറ്റി? സരോജൻ ചോദിക്കുകയാണ്, എന്ത് പറ്റിയെന്ന് നീ ഞങ്ങളോടാണോ ചോദിക്കുന്നത്? ഞങ്ങളിപ്പോ ടൗണിൽ നിന്ന് വന്ന് കയറിയതേയുള്ളൂ. നോക്കുമ്പോ നീ ഇവിടെ കിടക്കുകയാണ്. അന്നേരം ശ്രീലക്ഷ്മി ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴാണ് ടൗണിലേക്ക് പോയത്? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ. സുദർശൻ പറയണേ, എന്താ മോളെ ഇത്? നിന്നോട് യാത്ര പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇറങ്ങിയത്. സരോജമ്മ പറയുകയാണ്, നിനക്ക് എന്ത് പറ്റി ശ്രീ? ഇന്ന് അഷ്ടമി അല്ലല്ലോ. എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ് സരോജമ്മ. എഴുന്നേറ്റ ശേഷം ശ്രീലക്ഷ്മി പറയുകയാണ്, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല അമ്മേ. ഈശ്വരിയമ്മ വന്നു, എന്തൊക്കെയോ പറഞ്ഞു. അന്നേരം അമ്മ ഉണ്ടായിരുന്നു എന്റെ കൂടെ. പിന്നീട് നടന്നതൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സരോജമ്മ പറയുകയാണ്, അപ്പോ അതാണ് കാര്യം. ഈശ്വരിയമ്മ വിവാഹത്തിന് ആരോ തടസ്സം നിൽക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു. നീ അതേക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചു കാണും. അങ്ങനെ തലകറങ്ങി വീണതായിരിക്കും ഇവിടെ. അവരുടെ ഒരു കാര്യം ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് മോളെ പേടിപ്പിക്കാൻ എന്ന് പറഞ്ഞ് പരാതിപ്പെടുകയാണ് സുദർശൻ. രാജാമ്മ ചോദിക്കുകയാണ്, ഈശ്വരിയമ്മ പറഞ്ഞ കാര്യങ്ങൾക്ക് വെറുതെ എന്നെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? മോളെ ശ്രീ, ഒരു തടസ്സവുമില്ലാതെ വിവാഹം ഭംഗിയായിട്ട് നടക്കുമെന്നല്ലേ ഈശ്വരിയമ്മ പറഞ്ഞത്? പിന്നെ നീ എന്തിനാ മോളെ പേടിക്കുന്നത്? മതി മതി, നിർത്ത് സരോജം. നീ ആദ്യം പോയി മോൾക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. സരോജം അകത്ത് പോയ ശേഷം സുദർശൻ പറയുകയാണ്, മോളെ ശ്രീ, നീ മുഖം ഒന്ന് പോയി കഴുക, എന്നിട്ട് ചായ കുടിക്കാം, അപ്പോൾ എല്ലാം ശരിയാവും. അതിനുശേഷം ശ്രീലക്ഷ്മി പെട്ടെന്ന് താൻ കത്തിച്ച ആ പേപ്പറിന്റെ ചാരം അവിടെ കിടക്കുന്നത് ശ്രദ്ധിക്കുകയാണ്. സുദർശനും അത് ശ്രദ്ധിക്കുന്നു. അതിന്റെ ബാക്കിയൊരു കഷ്ണം അവിടെ നിന്നും എടുത്ത ശേഷം സുദർശൻ ചോദിക്കുകയാണ്, ഈ കഷ്ണം പേപ്പർ ഇതിപ്പോൾ ഇവിടെ എങ്ങനെ വന്നു? ഇതെങ്ങനെ കത്തി? ശേഷം സരോജം സരോജം എന്ന് ഉറക്കെ വിളിക്കുകയാണ് സുദർശൻ. സരോജം വന്നപ്പോൾ പറയുകയാണ്, എന്റെ ആ കറുത്ത ബാഗ് ഇങ്ങെടുത്തേ. ബാഗ് സരോജം കൊണ്ടുവരുമ്പോൾ അതിൽ ആ കട്ടിംഗ് പേപ്പർ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് സുദർശൻ. എന്റെ ഈ ബാഗിനുള്ളിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നല്ലോ, കാശ് എടുത്തപ്പോൾ നീ അത് കണ്ടായിരുന്നോ? അതിന് ഞാനല്ലല്ലോ ബാഗിൽ നിന്ന് കാശ് എടുത്തത്, മോളല്ലേ. ഇവളാണ് എനിക്ക് കാശ് എടുത്ത് തന്നത്, ഞാനല്ല. വിചാരിക്കുകയാണ്, അപ്പോ മോള് പത്രവാർത്ത കണ്ട് മനഃപൂർവ്വം കത്തിച്ചതായിരിക്കുമോ? എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെ എന്ന് പറയുകയാണ് സുദർശൻ. എന്റെ ബാഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ഇപ്പതേ അതിവിടെ കത്തിക്കിടക്കുന്നു.
മോള് കണ്ടിരുന്നോ കാശെടുത്തപ്പോൾ ആ പേപ്പർ? അതിന് ഞാൻ അമ്മയ്ക്ക് കാശെടുത്തു കൊടുത്ത കാര്യം പോലും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ അച്ഛാ. അപ്പൊ പിന്നെ ഇതെങ്ങനെ കത്തിപ്പോയി എന്ന് ചിന്തിക്കുകയാണ് സുദർശൻ. സരോജൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രം ഇതിൽ എന്താണ് ഉണ്ടായിരുന്നത്? അത് നമ്മുടെ പഴയ കടയെക്കുറിച്ച് വന്ന ഒരു വാർത്തയായിരുന്നു. കൈവിട്ടു പോയതല്ലേ, ഒരു ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. അതാണ് കത്തിപ്പോയത്. അത്രയും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് സുദർശൻ. അവർ രണ്ടുപേരും പോയ ശേഷം ശ്രീലക്ഷ്മി ചിന്തിക്കുകയാണ്, അച്ഛൻ നുണ പറയുകയാണ്. അച്ഛന്റെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമമുണ്ട്. ആ പേപ്പറിൽ രവിചന്ദ്രവർമ്മൻ എന്നും ഭാര്യ രാജനന്ദിനി എന്നും ഉണ്ടായിരുന്നു. എന്തിനാണ് അച്ഛൻ ഇത് മറച്ച് സംസാരിക്കുന്നത്? അച്ഛന്റെ ബാഗിൽ ഈ പേപ്പർ എങ്ങനെ വന്നു? അപ്പോൾ അച്ഛൻ രവി സാറിന്റെ ഭൂതകാലം അറിയാൻ ശ്രമിക്കുകയാണല്ലോ. അതെന്തിനായിരിക്കും? പിന്നീട് കാണിക്കുന്നത് രവിചന്ദ്രവർമ്മന്റെ വീടാണ്. ഗായത്രി അമ്മ രാജാറാമിനോട് ചോദിക്കുകയാണ്, ശ്രീലക്ഷ്മിയും വീട്ടുകാരെയും കൊണ്ടുവരാൻ വണ്ടി അയച്ചായിരുന്നോ? ഞാൻ സുദർശൻ ചേട്ടനെ ഫോൺ ചെയ്തിരുന്നു അമ്മേ, വണ്ടി അയക്കേണ്ട, അവരിങ് എത്തിക്കോളാമെന്നാണ് പറഞ്ഞത്. രവിചന്ദ്രവർമ്മൻ പറയുകയാണ്, ശ്രീലക്ഷ്മിയുടെ അച്ഛൻ വലിയ അഭിമാനിയാണമ്മേ, സ്വന്തം ചെലവിലേ വരൂ. എന്തായാലും ഭാവി അമ്മായി അച്ഛനെ കൊണ്ട് രവിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, അത് ഗ്യാരണ്ടിയാണെന്ന് പറയുകയാണ് രാജാറാം. സാന്ദ്രയോട് രവി പറയുകയാണ്, സാന്ദ്ര അവർ പുറപ്പെട്ടോന്ന് ശ്രീലക്ഷ്മിയോടൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കൂ. ശരി സാർ, ഒരു നിമിഷം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് സാന്ദ്ര. രാജാറാം പറയാണ്, എന്തിനാ സാർ ഇങ്ങനെ ധൃതി വെക്കുന്നത്? അവരിങ്ങോട്ടത്തേക്ക് തന്നെയല്ലേ വരുന്നത്? നിന്നോട് അഭിപ്രായമൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് രാജാറാമിനെ കളിയാക്കി പറയുകയാണ് രവിവർമ്മൻ. അതിനുശേഷം ശ്രീലക്ഷ്മി, സുദർശനും സരോജവും രവിവർമ്മന്റെ വീട്ടിൽ ആട്ടോയിൽ വന്നിറങ്ങുകയാണ്. സരോജൻ പറയുകയാണ്, ശ്രീയുടെ അച്ഛ എന്തൊരു വലിയ വീടാണ്. ഇവിടെയാണോ നമ്മുടെ മോള് താമസിക്കാൻ പോകുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്നും മിണ്ടാതെ വാടി, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അന്നേരം സരോജാമ്മ പറയുകയാണ്, നിങ്ങൾക്ക് അസൂയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് സ്വപ്നത്തിലെങ്കിലും കാണാൻ പറ്റുമോ? ഏത് നിമിഷവും ഓടിളകി തലയിൽ വീഴാവുന്ന വീട്ടിലല്ലേ താമസം. പറയുകയാണ്, അമ്മയൊന്നും മിണ്ടാതിരിക്കെ പ്ലീസ്. അതിൽക്ക് എത്തി സരോജാമ്മ വിളിക്കുകയാണ്, ഹലോ, ഇവിടെ ആരുമില്ലേ അമ്മ? നേരം രവിവർമ്മനും ഗായത്രി അമ്മയും രാജാറാമും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അയ്യോ അമ്മ വന്നു, നമസ്കാരം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് സരോജം. മോളിങ് വാ എന്ന് പറഞ്ഞ് ശ്രീലക്ഷ്മിയെ അടുത്തേക്ക് വിളിച്ചിട്ട് ഗായത്രിയമ്മ പറയുകയാണ്, സത്യം പറഞ്ഞ ഞങ്ങൾ ഈ മഹാലക്ഷ്മിയെ കാത്തിരിക്കുവായിരുന്നു. ഇന്ന് എന്തൊക്കെയുണ്ട് സരോജം, സുഖമാണോ? ആ സുഖമാണ്. അമ്മയ്ക്കോ? ഇന്നലെ വരെ കുറച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴെല്ലാം ശരിയായി. മനസ്സിന്റെ ഭാരം കുറഞ്ഞു എന്ന് പറയാം. എന്ന് പറഞ്ഞാലെന്ന് ആശങ്കയോട് സരോജൻ ചോദിക്കുമ്പോൾ ഗായത്രിയമ്മ പറയുകയാണ്, ഞാൻ വിവാഹത്തിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് പറഞ്ഞത്. തിരികേണ്ട. എന്താ നിങ്ങളൊന്നും കയറിയിരിക്കുന്നില്ലേ? സരോജൻ പറയുകയാണ്, ഇരിപ്പൊക്കെ പിന്നീടാകാം, ആദ്യം ഈ വീടൊക്കെ ഒന്ന് കാണണം. ഇത് നിങ്ങളുടെ കുടുംബ വീടാ അല്ലേ? ഞാൻ പറയണം, ആ സരോജം, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. ക്ഷമിക്കണം അമ്മ, ഇവൾക്കല്പം എടുത്തുചാട്ടം കൂടുതലാണ്, വേറൊന്നും വിചാരിക്കരുത്. അമ്മൻ പറയുകയാണ്, ഏയ് അതൊന്നും കുഴപ്പമില്ല ശ്രീയുടെ അച്ഛ, മനസ്സിൽ നിഷ്കളങ്കയുള്ളവർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. സരോജം പറയാണ്, ആ അതെ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ. നമുക്ക് വീടൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് സുദർശന്റെ കൈയും പിടിച്ച് അകത്തേക്ക് പോവുകയാണ് സരോജം. അതിനുശേഷം അകത്ത് കയറി ബാലമാമയോട് നമസ്കാരം പറയുകയാണ്. അന്നേരമാണ് അവിടെ കിടക്കുന്ന സെറ്റി സരോജം കാണുന്നത്. പെട്ടെന്ന് അതിൽ പോയി ഇരുന്ന് ചാടിയൊക്കെ ഇരുന്ന് നോക്കുകയാണ് സരോജം. സരോജത്തിന്റെ ഈ പ്രവൃത്തി കണ്ട് ശ്രീലക്ഷ്മിക്കും സുദർശനും ചെറിയൊരു നാണക്കേട് തോന്നുകയാണ്. പക്ഷെ ബാക്കി എല്ലാവരും ചിരിക്കുകയാണ്. പിന്നീട് അവിടെ കിടക്കുന്ന ഓരോ സോഫയിലായി മാറി മാറി ഇരുന്ന് നോക്കുകയാണ് സരോജം. ശേഷം സരോജം പറയുകയാണ്, എത്ര നാളായി ഇതുപോലത്തുള്ള കുഷൻ കസേരയിലൊക്കെ ഇരുന്നിട്ട്? പണ്ട് ഞാൻ സാറിന്റെ ഓഫീസിൽ വന്നപ്പോൾ ഒന്നിരുന്ന് നോക്കിയതാണ്. അതിനുശേഷം സുദർശനോട് പറയുകയാണ്, ശ്രീഡച്ച, നമുക്കും ഇതുപോലെ ഒരെണ്ണം വാങ്ങണം, ഉടനെ തന്നെ. അതെ ശ്രീഡച്ച, നമുക്ക് ഈ വീട് മുഴുവനൊന്ന് ചുറ്റിക്കാണണ്ടേ? അയ്യടാ, അതിന് നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നത്? ഇത് നമ്മുടെ രവി സാറിന്റെ വീടല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അമ്മ? ഇല്ലല്ലോ എന്ന് ഗായത്രി അമ്മയോട് ചോദിക്കുകയാണ് സരോജം. പെട്ടെന്ന് തെറ്റുണ്ട് എന്ന് ഗായത്രി അമ്മ പറയുകയാണ്. ഇത് രവിയുടെ മാത്രം വീടല്ല, നിങ്ങളുടെ മകളുടെ കൂടി വീടാണ്. അതിനുശേഷം രാജാറാമിനോട് ഗായത്രിയമ്മ പറയുകയാണ്, രാജാറാം, ഇവർക്ക് ഈ വീടൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക്. സരോജൻ ചെന്നോളൂ എന്ന് പറയുമ്പോൾ സുദർശൻ മനസ്സിൽ വിചാരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇതാണ് നല്ല അവസരം. ഇവിടത്തെ മുറികൾ പരിശോധിച്ചാൽ രാജനന്ദിനിയുടെ കൊലപാതകത്തെ കുറിച്ചുള്ള എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. ആ സ്ത്രീയുടെ അച്ഛനെന്ന് പറഞ്ഞ് സുദർശനെയും കൂട്ടി പോവുകയാണ് സരോജം. അവർ പോയപ്പോൾ ശ്രീലക്ഷ്മി വിചാരിക്കുകയാണ്, ശേ, അമ്മ ഇതെന്തായി കാണിക്കുന്നത്? കൂടെ തുള്ളാൻ അച്ഛനും. അച്ഛന്റെ മനസ്സിൽ മറ്റെന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം വീടെല്ലാം ചുറ്റിക്കണ്ട് ഓരോന്നൊക്കെ തൊട്ടു നോക്കി സന്തോഷിക്കുകയാണ് സരോജം. സരോജം പറയാണ്, എത്ര വിലപിടിപ്പുള്ള ഫർണിച്ചറുകളാ അല്ലേ ഇതൊക്കെ? അതിനുശേഷം വേറൊരു മുറി ചൂണ്ടിക്കാണിച്ചിട്ട് സരോജൻ ചോദിക്കുകയാണ്, അവിടെ ആരുടെ മുറിയാണ് രാജാറാം സാറേ? അത് ഗസ്റ്റ് റൂമിലേക്ക് പോകാനുള്ള വഴിയാണ്. ഏതെങ്കിലും അതിഥികൾ വന്നാൽ അവിടെയാണ് താമസിപ്പിക്കുന്നത്. അയ്യോ ശ്രീയുടെ അച്ഛ, മോളുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ നമ്മളെയും അവിടെയായിരിക്കും താമസിപ്പിക്കുന്നത് അല്ലേ? പക്ഷെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ഇവിടത്തെ ഗസ്റ്റുകളല്ലല്ലോ, ബന്ധക്കാരല്ലേ. അപ്പൊ ആ മുറിയൊന്നും ശരിയാവില്ല. നമുക്കിവിടെ വേറെ മുറികൾ കാണില്ലേ രാജാറാം സാറേ? കാണും കാണും, ഡോൺ വറി എന്ന് രാജാറാം പറയുമ്പോൾ താങ്ക്സ് എന്ന് പറയുകയാണ് സരോജം. അതിനുശേഷം ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടുകയാണ് സരോജം.
അതിനുശേഷം വേറൊരു മുറി ചൂണ്ടിക്കാണിച്ചിട്ട് സുദർശൻ ചോദിക്കുകയാണ്, രാജാറാം സാർ, അത് ആരുടെ മുറിയാണ്? അത് രവി സാറിന്റെ പേഴ്സണൽ റൂമാണ്. ആ റൂമിൽ സാധാരണ രവി സാർ മാത്രമേ കയറാറുള്ളൂ. സുജൻ പറയുകയാണ്, അയ്യോ ആണല്ലേ, ശരിയായിരിക്കും. രവി സാറൊക്കെ വലിയ വലിയ തിരക്കുള്ള ആളല്ലേ, അപ്പോ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് വിശ്രമിക്കുന്ന മുറിയായിരിക്കും. സുദർശൻ ചോദിക്കുകയാണ്, അപ്പോൾ ആ മുറിയിൽ വേറെ ആരും ഇതുവരെ കയറിയിട്ടില്ലേ? പറഞ്ഞില്ലേ സുദർശൻ ചേട്ട, അത് രവിവർമ്മ സാറിന്റെ മാത്രം മുറിയാണ്. അതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എപ്പോഴും ഇത് ലോക്ക് ചെയ്തിരിക്കും. കറക്റ്റ്, അതൊക്കെ ഭദ്രമായിട്ടിരിക്കട്ടെ അല്ലേ എന്ന് പറയുകയാണ് സരോജം. രാജാറാം സാറേ, നമുക്കപ്പുറത്തെ ബാൽക്കണിയൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് രാജാറാമിനെയും കൂട്ടി പോവുകയാണ് സരോജം. പിന്നീട് ആ റൂമിന്റെ അടുത്ത് പോയി ഡോർ തുറക്കാൻ നോക്കുകയാണ് സുദർശൻ. പക്ഷെ പറ്റുന്നില്ല. സുദർശൻ ചിന്തിക്കുകയാണ്, ഒരു പക്ഷെ ഈ മുറി തുറക്കാൻ കഴിഞ്ഞാൽ രവി സാറിന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. അതിന് എങ്ങനെയെങ്കിലും ഈ മുറിയിൽ കയറിയേ പറ്റൂ. എനിക്ക് എന്റെ മകളുടെ ഭാവി രക്ഷിക്കണം. പിന്നീട് കാണിക്കുന്നത് ശ്രീലക്ഷ്മിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് പോകുന്ന രവിവർമ്മനെയാണ്. ശ്രീലക്ഷ്മി പറയുകയാണ്, സാർ കൈവിട്, ആരെങ്കിലും കാണും. മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ശ്രീലക്ഷ്മി പറയാണ്, സാർ കൈവിട്, ആരെങ്കിലും കാണും. രവിവർമ്മൻ പറയാണ്, കണ്ടാലും കുഴപ്പമില്ല. രണ്ടാൾക്കും ഇപ്പോൾ ലൈസൻസ് കിട്ടാൻ പോവുകയല്ലേ. എന്താടോ താനൊന്നും മിണ്ടാത്തത്? വായിൽ നിന്നും മുത്തു കൊഴിഞ്ഞു പോകും എന്ന് പരിഭവിച്ചിട്ടാണോ? ശേഷം ചുറ്റും നോക്കിയാണ് രവിവർമ്മൻ. ശ്രീലക്ഷ്മി ചോദിക്കുകയാണ്, എന്താ സാർ നോക്കുന്നത്? ഞാനേ ഒരു കവർ നോക്കുവായിരുന്നു. താൻ സംസാരിക്കുമ്പോൾ മുത്തു പൊഴിഞ്ഞു വീണാൽ അതിനെ കവറിലാക്കി തിരികെ തരാമല്ലോ. ഇതിനു വേണ്ടിയാണ്. ഒന്നും മിണ്ടാതെ പിണങ്ങി നിൽക്കുകയാണ് ശ്രീലക്ഷ്മി. മുത്തു നഷ്ടപ്പെടുമോ എന്നുള്ള പരിഭവം വേണ്ട. സാർ പ്ലീസ്, ഇങ്ങനെയൊന്നും കളിയാക്കല്ലേ. ഓ, അപ്പോൾ ആ വായിൽ നാക്കുണ്ട്. സന്തോഷം. എന്തായാലും തന്നെ ഉപദ്രവിക്കാനൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അല്പം സ്വകാര്യമായിട്ട് സംസാരിക്കാൻ. എന്ത് സംസാരിക്കാൻ? കൊച്ചു കൊച്ചു കാര്യങ്ങൾ. വിവാഹം എങ്ങനെയായിരിക്കണമെന്ന് ഓരോരുത്തർക്കും കുറച്ച് സ്വപ്നങ്ങൾ കാണില്ലേ? അങ്ങനെ തനിക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ എന്നറിയണം. ഉണ്ടെങ്കിൽ പറയണം, നമുക്ക് അതുപോലെ പ്ലാൻ ചെയ്യാം. നമ്മുടെ വിവാഹം ഭൂമിയിലും സ്വർഗത്തിലും നടത്താൻ ഞാൻ തയ്യാറാണ്. സോറി സാർ, നമ്മുടെ വിവാഹം നടക്കുമോ എന്ന ഭയം ഇപ്പോഴും എന്നെ അലട്ടുന്നുണ്ട്. ടെൻഷൻ മാറുന്നേയില്ല എനിക്ക്. എന്താണോ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ അമ്മ ഇടയ്ക്ക് കുറെ താല്പര്യക്കുറവ് കാണിച്ചതിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊക്കെ ഇപ്പൊ മാറിയിടോ. താൻ കണ്ടല്ലേ അമ്മ ഇപ്പോ എത്ര വാത്സല്യത്തോടെയാണ് തന്നെ സ്വീകരിച്ചതെന്ന്. പക്ഷെ എന്റെ ഭയം അമ്മയെ കുറിച്ചല്ല സാർ. പിന്നെ പിന്നെ എന്തിനെ കുറിച്ചാണ് തന്റെ ഭയം? മനസ്സിലായില്ല എന്ന് പറയുകയാണ് രവിവർമ്മൻ. ശ്രീലക്ഷ്മി ചിന്തിക്കുകയാണ്, അച്ഛന്റെ സംശയത്തെ പറ്റി സാറിനോട് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? വേണ്ട, അത് ശരിയാവില്ല. അതിനുശേഷം ശ്രീലക്ഷ്മി പറയാണ്, ഏയ് ഒന്നുമില്ല സാർ.